ബി ദ സിഇഒ ഓഫ് യുവർ ലൈഫ്. ജീവിതം ഒരു കമ്പനിയായിരുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കുന്ന വ്യക്തി ആരായിരിക്കും? അതിൻ്റെ സിഇഒ. യഥാർത്ഥ ജീവിതത്തിൽ ആ സ്ഥാനത്ത് നമ്മൾ തന്നെയാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും സമയം, പണം, ഊർജം തുടങ്ങിയ വിഭവങ്ങൾ വിവേകത്തോടെ വിനിയോഗിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തെ അവർ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് നയിക്കാൻ കഴിയൂ. ബി ദ സിഇഒ ഓഫ് യുവർ ലൈഫ് എന്ന ഈ പുസ്തകം ജീവിതത്തെ ഒരു മികച്ച സ്ഥാപനമായി കാണാനും അതിൻ്റെ ദീർഘദർശിയായ നേതാവായി സ്വയം വളരാനും നിങ്ങളെ സഹായിക്കുന്ന പ്രായോഗിക വഴികാട്ടിയാണ്. ലക്ഷ്യനിർണയം മുതൽ തന്ത്രങ്ങൾ രൂപപ്പെടുത്തൽ, മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കൽ, വിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യൽ, സ്വയം പ്രചോദിപ്പിക്കൽ, മാറ്റങ്ങളെ ധൈര്യത്തോടെ സ്വീകരിക്കൽ, തുടർച്ചയായ പഠനവും വളർച്ചയും വരെ ഒരു മികച്ച സിഇഒ പാലിക്കുന്ന തത്വങ്ങളെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് ഈ പുസ്തകം ലളിതമായി വിശദീകരിക്കുന്നു. അധ്യായം 1. നിങ്ങളുടെ ജീവിതത്തിന് ഒരു കൃത്യമായ ദിശ കണ്ടെത്തുക. ഒരു വൻകിട കമ്പനിയുടെ സിഇഒ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആ കമ്പനി അടുത്ത 5-10 വർഷത്തിനുള്ളിൽ എവിടെ എത്തണം എന്ന് അവർ കൃത്യമായി പ്ലാൻ ചെയ്യും. ഇതിനെയാണ് നാം വിഷൻ എന്ന് വിളിക്കുന്നത്. സ്വന്തം ജീവിതത്തിന്റെ സിഇഒ എന്ന നിലയിൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഏതുതരം ജീവിതമാണ് നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ലോകത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് ജീവിതത്തിന്റെ ദിശ. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് മനസ്സിലാക്കാം. സാമ്പത്തിക മേഖലയിൽ വരും വർഷങ്ങളിൽ കടബാധ്യതകളില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുക. ആരോഗ്യരംഗത്ത് രോഗങ്ങളില്ലാതെ ശരീരത്തിന് നല്ല ഊർജവും ഉന്മേഷവും നിലനിർത്തുക. വ്യക്തിബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുകയും അവരെ പരമാവധി പിന്തുണയ്ക്കുകയും ചെയ്യുക. കരിയറിൽ സ്വന്തം കഴിവുകൾ പരമാവധി പുറത്തെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയിൽ വിദഗ്ധനാവുക. ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തതയില്ലെങ്കിൽ മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അവർ ജീവിക്കേണ്ടി വരും. അതായത്, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ദിശ നിർണയിച്ചില്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്കായി ഒരു ദിശ തീരുമാനിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളതാകണം എന്നില്ല. ഒരു കമ്പനിക്ക് വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉള്ളതുപോലെ സ്വന്തം ജീവിതത്തിന് ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പലരും സമയം കണ്ടെത്താറില്ല. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഇരുന്ന് ചിന്തിക്കാൻ നാം മടിക്കുന്നു. കൂട്ടുകാരൻ ഒരു വഴിക്ക് പോകുമ്പോൾ ആ വഴി തിരഞ്ഞെടുക്കുക. സമൂഹം പറയുന്നത് മാത്രം കേട്ട് സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെക്കുക എന്നിവ ഇതിന് കാരണമാകുന്നു. മറ്റൊരാളുടെ ദിശ നിങ്ങൾക്ക് ചേരുന്നതാകണം എന്നില്ല. കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയപ്പെടുമോ എന്ന ഭയം കാരണം പലരും വലിയ ലക്ഷ്യങ്ങൾ വെക്കാൻ ഭയപ്പെടുന്നു. തന്മൂലം കിട്ടിയ ജീവിതവുമായി അവർ ഒത്തുതീർപ്പിലെത്തുന്നു. ജീവിതത്തിന്റെ സിഇഒ എന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായ ഒരു വിഷനും ദിശയും ഉണ്ടാക്കിയെടുക്കാം? അതിനായി താഴെ പറയുന്ന 4 ലളിതമായ വഴികൾ പിന്തുടരാവുന്നതാണ്. ഘട്ടം 1. സ്വയം അറിയുക, സെൽഫ് അവെയർനെസ്. നിങ്ങളുടെ ശക്തമായ വശങ്ങൾ, സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ബലഹീനതകൾ, വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് എന്താണ്? ഒരു കടലാസും പേനയും എടുത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളും കഴിവുകളും എഴുതി വെക്കുക. ഇത് നിങ്ങളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് വ്യക്തത നൽകും. ഘട്ടം 2. വരും വർഷങ്ങളിലെ നിങ്ങളുടെ രൂപം സങ്കല്പിക്കുക. ഇവിടുന്ന് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ സ്വയം എവിടെ കാണാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ ഏതുതരം ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ആരോഗ്യവും സന്തോഷവും ഏത് നിലവാരത്തിലായിരിക്കണം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങളുടെ വിഷൻ. ഇത് സാധ്യമായത്ര വ്യക്തമായി മനസ്സിൽ കാണാൻ ശ്രമിക്കുക. വലിയ ലക്ഷ്യങ്ങളെ ചെറുതാക്കുക. ബ്രേക്ക് ഡൗൺ ഗോൾസ്. 5 വർഷത്തിനുള്ളിൽ ഞാൻ ആരോഗ്യവാനായ ഒരു വ്യക്തിയാകും എന്നത് വലിയൊരു ലക്ഷ്യമാണ്. എന്നാൽ ഇത് മാത്രം പോരാ. ഇതിനെ ദിവസേന ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാക്കി മാറ്റണം.
ഉദാഹരണത്തിന് 5 വർഷത്തിനുള്ളിൽ ആരോഗ്യവാനാകാൻ ഈ വർഷം 10 കിലോഗ്രാം ഭാരം കുറയ്ക്കണം. അതിനായി ഈ മാസം മുതൽ മധുരം കുറയ്ക്കണം. അതിനായി ഇന്നു മുതൽ ദിവസവും 30 മിനിറ്റ് നടക്കണം. ഇതാണ് ദിശയെ പ്രവൃത്തിയിലേക്ക് മാറ്റുന്ന രീതി. മുൻഗണനകൾ നിശ്ചയിക്കുക. സെറ്റ് പ്രയോറിറ്റീസ്. ഒരു സിഇഒ എല്ലാ കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കാറില്ല. അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ആദ്യ പരിഗണന നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിലും സമയം, ഊർജം എന്നിവ പരിമിതമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദിശയ്ക്ക് സഹായിക്കാത്ത അനാവശ്യ കാര്യങ്ങളോട് നോ എന്ന് പറയാൻ പഠിക്കുക. ദിശയും ലക്ഷ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ദിശ എന്നാൽ നിങ്ങൾ പോകുന്ന വഴിയാണ്, ഡയറക്ഷൻ. എന്നാൽ ലക്ഷ്യങ്ങൾ, ഗോൾസ് എന്നത് ആ വഴിയിലെ അടയാളങ്ങളാണ്, മൈൽ സ്റ്റോൺസ്. ലക്ഷ്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാലും ദിശ മാറ്റമില്ലാതെ തുടരും. ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ദിശ നമ്മെ സഹായിക്കുന്നു. ബിസിനസ് ലോകത്ത് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കമ്പനികൾ തങ്ങളുടെ തന്ത്രങ്ങളും ദിശകളും മാറ്റാറുണ്ട്. അതുപോലെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം. ജോലി നഷ്ടപ്പെടൽ, രോഗങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മാറ്റങ്ങൾ എന്നിവ നിങ്ങളുടെ പ്ലാനുകളെ തെറ്റിച്ചേക്കാം. അത്തരം സമയങ്ങളിൽ നിരാശരാകാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ സിഇഒ എന്ന നിലയിൽ ഒരു പുനർചിന്തനം നടത്തുക. എന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇപ്പോൾ പോകുന്ന വഴി ശരിയാണോ? ലക്ഷ്യസ്ഥാനത്തെത്താൻ ഞാൻ ഇനി ഏത് പുതിയ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴികൾ മാറിയാലും നിങ്ങളുടെ അന്തിമ ലക്ഷ്യസ്ഥാനം മറക്കാതിരിക്കുക. മറ്റാരും നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശ ഉണ്ടാക്കിത്തരില്ല. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് വഴി കാട്ടാൻ മാത്രമേ സാധിക്കൂ. എന്നാൽ യാത്ര ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. കൃത്യമായ ദിശയില്ലാത്ത വേഗത വെറും അലച്ചിലാണ്. ദിശയുള്ള ചെറിയ ചുവടുവെപ്പുകളാണ് വലിയ വിജയങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അധ്യായം 2. വിജയത്തിന്റെ സൂത്രവാക്യം. തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും. സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്. ഏതൊരു വൻകിട കമ്പനിയും തങ്ങളുടെ വിജയം നിശ്ചയിക്കാൻ 2 പ്രധാന ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്: സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്. പലപ്പോഴും ആളുകൾ ഈ 2 വാക്കുകളെയും ഒന്നായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിലൂടെ മാത്രമേ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ദീർഘകാല പ്ലാനിനെയാണ് നമ്മൾ തന്ത്രം അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ഏറ്റവും അനുയോജ്യമായ, സുരക്ഷിതമായ, വേഗമേറിയ വഴി ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി നിങ്ങളുടെ വലിയ ചിത്രത്തെ, ബിഗ് പിക്ചറിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ, സമയം, പണം, ഊർജം, കഴിവുകൾ എന്നിവയൊക്കെ, അവ എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണെങ്കിൽ ആ വഴിയിലൂടെ മുന്നോട്ടു പോകാൻ നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടുവെപ്പുകളുമാണ് ടാറ്റിക്സ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, ഡെയിലി ആക്ഷൻസ്. എന്റെ വലിയ തന്ത്രം വിജയിപ്പിക്കാൻ ഞാൻ ഇന്ന് ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ടാറ്റിക്സ്. സ്ട്രാറ്റജി നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ആസൂത്രണമാണെങ്കിൽ ടാറ്റിക്സ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒരു മികച്ച സിഇഒ എന്ന നിലയിൽ നിങ്ങളുടെ ചിന്തയിൽ ശരിയായ സ്ട്രാറ്റജിയും നിങ്ങളുടെ പ്രവൃത്തിയിൽ മികച്ച ടാക്ടിക്സുകളും ഉണ്ടായിരിക്കണം. വലിയ സ്ട്രാറ്റജിയെ ദിവസേന ചെയ്യാവുന്ന ചെറിയ ലളിതമായ കാര്യങ്ങളാക്കി മാറ്റുക. പ്രവൃത്തികൾ എപ്പോഴും സ്മാർട്ടായിരിക്കണം. സ്പെസിഫിക്, വ്യക്തമായത്; മെഷറബിൾ, അളക്കാവുന്നത്; അച്ചീവബിൾ, നേടാൻ കഴിയുന്നത്; റെലവന്റ്, അനുയോജ്യമായത്; ടൈം ബൗണ്ട്, സമയബന്ധിതമായത്. ഞാൻ ദിവസവും പുസ്തകം വായിക്കും എന്നത് ഒരു തെറ്റായ ടാക്ടിക്കാണ്. എന്നാൽ ഞാൻ ദിവസവും രാത്രി കിടക്കുന്നതിനു മുൻപ് 15 മിനിറ്റ് പുസ്തകത്തിലെ 5 പേജുകൾ വായിക്കും എന്നതാണ് ശരിയായ ടാക്ടിക്. നിങ്ങളുടെ ജീവിതത്തിന്റെ സിഇഒ എന്ന നിലയിൽ ഇന്ന് തന്നെ പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വിശകലനം ചെയ്യുക. അതിനായി മികച്ചൊരു തന്ത്രം രൂപകൽപ്പന ചെയ്യുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട ആദ്യ ടാക്ടിക് എന്താണ് എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. ഓർക്കുക,
തന്ത്രപരമായ ചിന്തയും വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളും ചേരുമ്പോൾ മാത്രമാണ് സാധാരണക്കാരായ ആളുകൾ അസാധാരണ വിജയങ്ങൾ കൈവരിക്കുന്നത്. അധ്യായം 3. വ്യക്തിഗത മൂല്യങ്ങളും സംസ്കാരവും പെരുമാറ്റവും. വാല്യൂസ്, കൾച്ചർ ആൻഡ് ബിഹേവിയർ. ലോകത്തിലെ പ്രശസ്തമായ കമ്പനികളായ ആപ്പിൾ, ഗൂഗിൾ അല്ലെങ്കിൽ ടാറ്റ പോലുള്ള പ്രസ്ഥാനങ്ങളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. അവരുടെ വിജയത്തിന്റെ അടിത്തറ അവർ കാത്തുസൂക്ഷിക്കുന്ന വർക്ക് കൾച്ചറും ശക്തമായ മൂല്യങ്ങളുമാണ്, കോർ വാല്യൂസ്. ഒരു സിഇഒ എന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം ജീവിതമാകുന്ന കമ്പനിയെ നയിക്കുമ്പോഴും ഇതേ തത്വം തന്നെയാണ് ബാധകമാകുന്നത്. സ്വന്തം ജീവിതത്തിന്റെ സിഇഒ എന്ന നിലയിൽ നിങ്ങൾ സ്വയം നിർമ്മിച്ചെടുക്കേണ്ട പ്രധാന തൂണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യക്തിഗത മൂല്യങ്ങൾ, പേഴ്സണൽ വാല്യൂസ്. കൂടെ ആരുമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ ആളുകളില്ലാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ആ സ്വഭാവത്തെ നിർണയിക്കുന്ന ആന്തരിക നിയമങ്ങളെയാണ് നാം മൂല്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു കപ്പൽ സമുദ്രത്തിൽ വഴി തെറ്റാതിരിക്കാൻ കോമ്പസ് സഹായിക്കുന്നത് പോലെ ജീവിതത്തിലെ കഠിനമായ ഘട്ടങ്ങളിലും തെറ്റായ വഴികളിലേക്ക് തിരിയാൻ സാധ്യതയുള്ള നിമിഷങ്ങളിലും നമ്മെ ശരിയായ പാതയിൽ നിലനിർത്തുന്നത് നമ്മുടെ മൂല്യങ്ങളാണ്. ജീവിതത്തിന് കരുത്തു നൽകുന്ന 5 അടിസ്ഥാന മൂല്യങ്ങൾ. സത്യസന്ധതയും സുതാര്യതയും. ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. സത്യസന്ധത എന്നാൽ മറ്റുള്ളവരോട് സത്യം പറയുക എന്നത് മാത്രമല്ല, സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തുക എന്നതുകൂടിയാണ്. ബിസിനസ്സിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് അംഗീകരിക്കാനുള്ള ധൈര്യം കാണിക്കുക. ആരും കാണുന്നില്ലെങ്കിൽ പോലും തെറ്റായ വഴികളിലൂടെ എളുപ്പവഴികൾ തേടാതിരിക്കുക. ഡിസിപ്ലിൻ. മൂടുണ്ടാകുമ്പോൾ മാത്രം ജോലി ചെയ്യുക എന്ന മാനസികാവസ്ഥ ഒരു പ്രൊഫഷണലിന് ചേർന്നതല്ല. ചെയ്യാൻ ആഗ്രഹമില്ലാത്തപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതാണ് യഥാർത്ഥ ഡിസിപ്ലിൻ. വികാരങ്ങൾക്കോ നിമിഷ നേരത്തെ സുഖങ്ങൾക്കോ അടിമപ്പെടാതെ ദീർഘകാല ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ ഡിസിപ്ലിൻ ആവശ്യമാണ്. ആദരവും ബഹുമാനവും. റെസ്പെക്ട്. ഒരു സിഇഒ സ്വന്തം ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനോടും ശുചീകരണ തൊഴിലാളിയോടും ഒരേ ആദരവോടെ പെരുമാറണം. സ്ഥാനമാനങ്ങൾക്കോ സാമ്പത്തിക സ്ഥിതിക്കോ അപ്പുറം എല്ലാ മനുഷ്യരെയും വ്യക്തിത്വമുള്ളവരായി കണ്ട് ബഹുമാനിക്കുക. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരോടും ബഹുമാനത്തോടെ സംവദിക്കാൻ പഠിക്കുക. ദയയും സഹാനുഭൂതിയും. കൈൻഡ്നസ് ആൻഡ് എംപതി. മറ്റുള്ളവരുടെ സ്ഥാനത്ത് സ്വയം നിന്ന് കാര്യങ്ങളെ കാണാനുള്ള കഴിവാണ് സഹാനുഭൂതി അഥവാ എംപതി. നിങ്ങളുടെ വിജയങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാകണം. ചുറ്റുമുള്ളവരെ സഹായിക്കാനും വിഷമങ്ങളിൽ ചേർന്നു നിൽക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ വിജയം. ഉത്തരവാദിത്തം. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സന്നദ്ധനാവുക. എന്റെ കരിയർ തകർന്നത് മറ്റുള്ളവർ കാരണമാണ്, എന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം സർക്കാരാണ് എന്നിങ്ങനെ പരാതി പറയുന്ന ശീലം, ബ്ലെയിം ഗെയിം ഒഴിവാക്കുക. എന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്ന ചിന്ത വളർത്തിയെടുക്കുക. കമ്പനികളിൽ ഒരു വർക്ക് കൾച്ചർ ഉള്ളതുപോലെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കൃത്യമായ ഒരു ജീവിത സംസ്കാരം, പേഴ്സണൽ കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, വർത്തമാനങ്ങൾ, നിങ്ങൾ ഇടപഴകുന്ന ചുറ്റുപാടുകൾ എന്നിവ ചേർന്നതാണ് നിങ്ങളുടെ ജീവിത സംസ്കാരം. ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിൽ സംസ്കാരം എങ്ങനെ വളർത്താം? കുടുംബത്തിൽ, അറ്റ് ഹോം. വീട് വഴക്കുകളുടെയോ അധികാര പ്രകടനങ്ങളുടെയോ വേദിയാകരുത്. അവിടെ സ്നേഹവും തുറന്ന ആശയവിനിമയവും പരസ്പര പിന്തുണയും ഉള്ള ഒരു സംസ്കാരം സൃഷ്ടിക്കുക. ക്വാളിറ്റി ടൈം. കുടുംബാംഗങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് അവരെ ശ്രദ്ധയോടെ കേൾക്കുക. ജോലിസ്ഥലത്തും പഠനത്തിലും, അറ്റ് വർക്ക് ആൻഡ് സ്കൂൾ. പ്രൊഫഷണലിസം. പറയുന്ന സമയത്ത് ജോലി പൂർത്തിയാക്കുക, കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുക. ടീം വർക്ക്. സ്വന്തം വിജയം മാത്രം നോക്കാതെ ഒപ്പമുള്ളവരെ കൂടി വളർത്താൻ സഹായിക്കുന്ന സംസ്കാരം വളർത്തുക. സൗഹൃദങ്ങളിലും സാമൂഹിക ജീവിതത്തിലും, സോഷ്യൽ ലൈഫ്. വിഷമയമായ ടോക്സിക്കായ ബന്ധങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ എപ്പോഴും നിരാശപ്പെടുത്തുന്ന, നെഗറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കുന്ന, തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന സൗഹൃദങ്ങൾ ഒഴിവാക്കുക.
വളർച്ചയ്ക്ക് സഹായിക്കുന്ന സൗഹൃദങ്ങൾ, നിങ്ങളെക്കാൾ കഴിവുള്ള, വലിയ സ്വപ്നങ്ങളുള്ള, ജീവിതത്തിൽ മികച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. നിങ്ങളുടെ ഉള്ളിലെ മൂല്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സംസ്കാരവും പുറത്തു കാണിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ്. ബിഹേവിയർ. വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളാണ്. ഒരു മികച്ച സിഇഒയ്ക്ക് അനുയോജ്യമായ പെരുമാറ്റശീലങ്ങൾ: വാക്കും പ്രവൃത്തിയും ഒന്നാക്കുക. വാക്ക് ദ ടോക്ക്. ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്യുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് ആദ്യമേ തന്നെ ഇല്ല എന്ന് പറയാൻ പഠിക്കുക. വാക്ക് പാലിക്കുന്ന വ്യക്തി എന്ന ഇമേജ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക. വികാരങ്ങളെ നിയന്ത്രിക്കുക. ഇമോഷണൽ ഇന്റലിജൻസ്. പ്രതിസന്ധികളോ അപ്രതീക്ഷിത തിരിച്ചടികളോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ തളർന്നു പോവുകയോ അരുത്. ശാന്തമായി ചിന്തിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. സെൽഫ് കൺട്രോൾ. തൽക്കാലത്തേക്ക് സന്തോഷം തരുന്നതും എന്നാൽ ദീർഘകാലത്തേക്ക് ദോഷം ചെയ്യുന്നതുമായ കാര്യങ്ങളെ, ഉദാഹരണത്തിന് അമിതമായ ആഹാരം, അനാവശ്യ ചെലവുകൾ, സോഷ്യൽ മീഡിയ അടിമത്തം, ഇവയെ നിയന്ത്രിക്കാനുള്ള പെരുമാറ്റശീലം ഉണ്ടാക്കിയെടുക്കുക. നല്ല കേൾവിക്കാരനാവുക. ആക്റ്റീവ് ലിസണർ. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മറുപടി പറയാൻ മാത്രം കേൾക്കാതെ അവരുടെ വികാരങ്ങളെയും ആശയങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെ ഉണ്ടാക്കുന്നത്. ചിന്തകൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളായി മാറുന്നു. ആ പെരുമാറ്റം തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ അത് ശീലങ്ങളാവുകയും ആ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവ സംസ്കാരമായി മാറി അന്തിമമായി നിങ്ങളുടെ ജീവിത വിജയത്തെ നിശ്ചയിക്കുകയും ചെയ്യുന്നു. അധ്യായം 4. വിഭവങ്ങളും ബജറ്റും വിവേകത്തോടെ ഉപയോഗിക്കുക. അലോക്കേറ്റ് റിസോഴ്സസ് ആൻഡ് ദി ബജറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായാലും ശരി, ഒരു കുടിൽ വ്യവസായമായാലും ശരി, അവരുടെ വളർച്ചയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്: വിഭവ മാനേജ്മെന്റ്, റിസോഴ്സ് അലോക്കേഷൻ. ലഭ്യമായ വിഭവങ്ങളെ എവിടെ, എങ്ങനെ, എത്രത്തോളം ഉപയോഗിക്കണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയാത്ത ഒരു കമ്പനിക്കും ബിസിനസ് ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. ഒരു കമ്പനി സ്വന്തം പണത്തെയും ആളുകളെയും യന്ത്രങ്ങളെയും വിഭവങ്ങളായി കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അതിലും വിലപിടിപ്പുള്ള ചില വിഭവങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. സമയം, ടൈം, പണം, മണി, ആരോഗ്യവും ഊർജവും, ഹെൽത്ത് ആൻഡ് എനർജി, ശ്രദ്ധയും ഏകാഗ്രതയും, അറ്റൻഷൻ ആൻഡ് ഫോക്കസ്, കഴിവുകളും അറിവും, സ്കിൽസ് ആൻഡ് നോളജ്. ഈ വിഭവങ്ങൾ അനന്തമല്ല, ഇവയെല്ലാം പരിമിതമാണ്, ലിമിറ്റഡ് റിസോഴ്സസ്. അതിനാൽ ഇവയെ എവിടെ ചെലവഴിക്കണം, എവിടെ നിക്ഷേപിക്കണം, എവിടെ പാഴാക്കരുത് എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയാണ് പേഴ്സണൽ ബജറ്റിംഗ്. ജീവിതത്തിലെ 5 പ്രധാന വിഭവങ്ങളും അവയുടെ വിഭജനവും. സമയം, ദ നോൺ റിനവബിൾ റിസോഴ്സ്. ഒരു സിഇഒയുടെ ഏറ്റവും വിലപിടിപ്പുള്ള വിഭവമാണ് സമയം. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, എന്നാൽ നഷ്ടപ്പെട്ട ഒരു നിമിഷം പോലും തിരികെ ലഭിക്കില്ല. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിക്കും നിങ്ങൾക്കും ഒരു ദിവസം ലഭിക്കുന്നത് കൃത്യം 24 മണിക്കൂറുകൾ മാത്രമാണ്. ഈ സമയം നിങ്ങൾ എന്തിനാണ് ചെലവഴിക്കുന്നത്? ഇൻസ്റ്റഗ്രാം റീലുകൾ കാണാനും വെറുതെ സമയം കളയാനുമാണോ? അതോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ഉപയോഗിക്കാനാണോ? നിങ്ങളുടെ സമയത്തെ വെറുതെ ചെലവഴിക്കരുത്, മറിച്ച് ഭാവിയിൽ മികച്ച ഫലം തരുന്ന കാര്യങ്ങളിൽ നിക്ഷേപിക്കുക. പണം, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ ഒരാൾക്കും പൂർണ്ണമായ സ്വയംഭരണാധികാരം ലഭിക്കില്ല. പണം എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം സമ്പാദിച്ച പണം എങ്ങനെ വിഭജിക്കുന്നു എന്നതാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന ശീലം നിങ്ങളുടെ കമ്പനിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ബാങ്ക്രപ്റ്റ് ആക്കും. സമ്പാദിക്കുന്ന പണം അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവാക്കാതെ വരുമാനം തരുന്ന പുതിയ മാർഗങ്ങളിലേക്ക്, അസറ്റ്സിലേക്ക് വഴിതിരിച്ചുവിടുക. ഊർജവും ആരോഗ്യവും, എനർജി ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണവും സമയവും ഉണ്ടായിട്ടും അത് ആസ്വദിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള ശാരീരിക മാനസിക ആരോഗ്യവും ഊർജവും ഇല്ലെങ്കിൽ എന്താണ് ഫലം? തെറ്റായ ഭക്ഷണക്രമം, ഉറക്കമില്ലായ്മ, വ്യായാമമില്ലായ്മ എന്നിവ നിങ്ങളുടെ ദൈനംദിന ഊർജത്തെ ചോർത്തിക്കളയുന്നു. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ. അതിനെ മികച്ച രീതിയിൽ പരിപാലിക്കുക. ശ്രദ്ധയും ഏകാഗ്രതയും, അറ്റൻഷൻ ആൻഡ് മെന്റൽ ഫോക്കസ്.
ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സമയം പോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റൊരു വിഭവമാണ് ശ്രദ്ധ അഥവാ അറ്റൻഷൻ. വൻകിട സോഷ്യൽ മീഡിയ കമ്പനികൾ നിങ്ങളുടെ ശ്രദ്ധ കവർന്നെടുക്കാനാണ് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നത്. ഫോൺ നോട്ടിഫിക്കേഷനുകൾക്ക് പിന്നാലെ പാഞ്ഞു നടക്കുന്ന വ്യക്തിക്ക് ആഴത്തിലുള്ള ചിന്തയോ വലിയ നേട്ടങ്ങളോ ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നൽകുന്നത് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം വളരും. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ പിൻവലിക്കുക. കഴിവുകളും അറിവും, സ്കിൽസ് ആൻഡ് നോളജ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നിങ്ങളുടെ പഴയ കഴിവുകൾ മാത്രം പോരാ, കാലത്തിനനുസരിച്ച് നിങ്ങളുടെ കഴിവുകളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള അറിവ് ഒരു വിഭവമാണ്. അത് നിരന്തരം പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. കമ്പനികളിൽ വേസ്റ്റ് അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാകുമ്പോൾ അത് ലാഭത്തെ ബാധിക്കും. വ്യക്തി ജീവിതത്തിലും വലിയ ചില വിഭവ ചോർച്ചകൾ സംഭവിക്കാറുണ്ട്. ഒരു സിഇഒ എന്ന നിലയിൽ അവയെ തിരിച്ചറിഞ്ഞ് തടയേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട 4 വിഭവ ചോർച്ചകൾ. ഡിജിറ്റൽ ചോർച്ച, ഡിജിറ്റൽ ലീക്സ്. മണിക്കൂറുകളോളം അനാവശ്യമായി ഫോൺ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ സമയവും ശ്രദ്ധയും മാനസിക ഊർജവും ഒരേ സമയം ചോർത്തിക്കളയുന്നു. വൈകാരിക ചോർച്ച, ഇമോഷണൽ ലീക്സ്. അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുക, മറ്റുള്ളവരോട് അസൂയപ്പെടുക, പഴയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുക എന്നിവ നിങ്ങളുടെ മാനസിക ഊർജത്തെ, മെന്റൽ എനർജിയെ ഇല്ലാതാക്കുന്നു. സാമ്പത്തിക ചോർച്ച, ഫിനാൻഷ്യൽ ലീക്സ്. ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷനുകൾ, അനാവശ്യ ക്രെഡിറ്റ് കാർഡ് ചെലവുകൾ, ദിവസേനയുള്ള അനാവശ്യ ആഡംബരങ്ങൾ എന്നിവ നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ പതുക്കെ ഇല്ലാതാക്കുന്നു. ശാരീരിക ചോർച്ച, ഫിസിക്കൽ ലീക്സ്. അനാവശ്യമായ ജങ്ക് ഫുഡ് കഴിക്കൽ, വൈകി ഉറങ്ങുന്ന ശീലം എന്നിവ നിങ്ങളുടെ ആരോഗ്യത്തെയും ദിവസേനയുള്ള പ്രവർത്തിക്കാനുള്ള ഊർജത്തെയും തകർക്കുന്നു. ഒരു സിഇഒ കമ്പനിയുടെ റിസർച്ചിലും ടെക്നോളജിയിലും പണം മുടക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങളിൽ തന്നെയായിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പണവും സമയവും മാറ്റിവെക്കുക. നല്ല പുസ്തകങ്ങൾ വാങ്ങുക, കോഴ്സുകൾ ചെയ്യുക, ആരോഗ്യകരമായ ആഹാരം കഴിക്കുക. ജീവിതത്തിൽ എപ്പോഴും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണം എന്നില്ല. അപ്രതീക്ഷിതമായ രോഗങ്ങൾ, സാമ്പത്തിക തിരിച്ചടികൾ അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ വന്നേക്കാം. ഒരു മികച്ച സിഇഒ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ തങ്ങളുടെ വിഭവങ്ങളെ വേഗത്തിൽ പുനർവിന്യസിക്കും, റീഅലോക്കേറ്റ്. പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അനാവശ്യ ആഡംബരങ്ങൾ വെട്ടിച്ചുരുക്കി പണം സുരക്ഷിതമാക്കുക. പരീക്ഷയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളോ വരുമ്പോൾ മറ്റ് വിനോദങ്ങൾ മാറ്റിവെച്ച് മുഴുവൻ സമയവും ശ്രദ്ധയും അതിലേക്ക് തിരിക്കുക. സന്ദർഭത്തിനനുസരിച്ച് ഫ്ലെക്സിബിളായി വിഭവങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് നിങ്ങളുടെ വിജയം നിശ്ചയിക്കുന്നത്. അധ്യായം 5. സ്വയം പ്രചോദിപ്പിക്കുകയും ഊർജ്ജസ്വലനാക്കുകയും ചെയ്യുക. ഇൻസ്പയർ, എൻഗേജ് ആൻഡ് എനർജൈസ് യുവർ സെൽഫ്. നമ്മളിൽ പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. തിങ്കളാഴ്ച എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത മടിയും തളർച്ചയും അനുഭവപ്പെടും. ഏതെങ്കിലും ഒരു പ്ലാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആവേശം ചോർന്നു പോകും, അല്ലെങ്കിൽ പരാജയങ്ങൾ വരുമ്പോൾ പൂർണ്ണമായി തകർന്നു പോകും. സ്വന്തം ജീവിതത്തിന്റെ സിഇഒ എന്ന നിലയിൽ നിങ്ങളുടെ ആന്തരിക ബാറ്ററി എപ്പോഴും ചാർജ് ചെയ്ത് നിർത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്വയം പ്രചോദിപ്പിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് നാം മനസ്സിലാക്കേണ്ട 2 തരം പ്രചോദനങ്ങളുണ്ട്. ബാഹ്യപ്രചോദനം, മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം പോലുള്ള പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രചോദനമാണ് ഇത്. ഇതിന്റെ കുഴപ്പം എന്തെന്നാൽ പുറത്തുനിന്നുള്ള ഈ ഘടകങ്ങൾ നിലയ്ക്കുമ്പോൾ നിങ്ങളുടെ ആവേശവും നിലയ്ക്കും. ബാഹ്യപ്രചോദനത്തെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ കാലം സ്ഥിരതയോടെ, കൺസിസ്റ്റൻസിയോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ആന്തരിക പ്രചോദനം സ്വന്തം മനസ്സിൽ നിന്നുണ്ടാകുന്ന ശക്തമായ ആഗ്രഹമാണിത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, എനിക്ക് ഈ വിഷയം പഠിച്ചെടുക്കണം, എൻ്റെ കുടുംബത്തിന് നല്ലൊരു ഭാവി നൽകണം എന്നൊക്കെയുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ആന്തരിക പ്രചോദനം ഉള്ള ഒരാൾക്ക് മുന്നോട്ടു പോകാൻ മറ്റുള്ളവരുടെ തട്ടിവിളി ആവശ്യമില്ല. പ്രതിസന്ധികളിലും പരാജയങ്ങളിലും അവരെ വീഴാതെ താങ്ങി നിർത്തുന്നത് ഈ ആന്തരിക ഊർജമാണ്.
നിങ്ങളുടെ ആന്തരിക പ്രചോദനവും ഊർജവും ഉയർന്ന നിലവാരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഒരു വിജയമാണ്. ഇന്ന് 30 മിനിറ്റ് നടന്നുവോ? അതൊരു വിജയമാണ്. ഇന്ന് ഒരു അധ്യായം വായിച്ചു തീർത്തുവോ? അതൊരു വിജയമാണ്. ഈ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. പോസിറ്റീവ് സെൽഫ് ടോക്സ്. എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല, ഞാൻ പരാജയപ്പെടും, എനിക്ക് പ്രായമായിപ്പോയി, സാഹചര്യമില്ല എന്നിങ്ങനെയാണോ നിങ്ങൾ സ്വയം പറയുന്നത്? എങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിജയം തടയുന്ന ഏറ്റവും വലിയ ശത്രു. ആന്തരിക സംഭാഷണങ്ങളെ മാറ്റി നിർവചിക്കുക. എനിക്കിത് കഠിനമാണ്, എന്നാൽ ഞാൻ ഇത് പഠിച്ചെടുക്കും. ഇന്നലത്തെ തെറ്റിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചു, ഇന്ന് ഞാൻ കൂടുതൽ മെച്ചപ്പെടും എന്ന് സ്വയം പറയുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന മികച്ച സുഹൃത്തായി നിങ്ങളുടെ മനസ്സിനെ മാറ്റുക. ഊർജ്ജസ്വലമായ ദിനചര്യകൾ കെട്ടിപ്പടുക്കുക. എനർജറ്റിക് ഡെയിലി റുട്ടീൻസ്. ഒരു ദിവസത്തിന്റെ ആദ്യ മണിക്കൂർ ആ ദിവസത്തെ മുഴുവൻ മൂഡിനെയും തീരുമാനിക്കുന്നു. എഴുന്നേറ്റ ഉടൻ ഫോൺ നോക്കി സോഷ്യൽ മീഡിയയിലെ വാർത്തകളോ നെഗറ്റീവ് കാര്യങ്ങളോ വായിക്കുന്നത് ഒഴിവാക്കുക. ദിവസവും രാവിലെ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുക. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യും. 5 മിനിറ്റ് ധ്യാനിക്കുക. മെഡിറ്റേഷൻ. അതുമല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ പ്ലാനുകളെക്കുറിച്ച് ചിന്തിക്കുക. ആരോഗ്യകരമായ ആഹാരവും വിശ്രമവും. അമിതമായ പഞ്ചസാര, ജങ്ക് ഫുഡ് എന്നിവ നിങ്ങളുടെ ശരീരത്തിലെ ഊർജത്തെ പെട്ടെന്ന് കൂട്ടുകയും പിന്നീട് അതിവേഗം കുറയ്ക്കുകയും എനർജി ക്രാഷ് ചെയ്യുകയും ചെയ്യും. 7-8 മണിക്കൂർ നല്ല ഉറക്കം മാനസിക ഏകാഗ്രതയ്ക്ക് അത്യാവശ്യമാണ്. ലക്ഷ്യങ്ങളെ ദൃശ്യവൽക്കരിക്കുക. വിഷ്വലൈസേഷൻ. വലിയ കമ്പനികളുടെ സിഇഒമാർ ബോർഡ് റൂമുകളിൽ തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രസന്റേഷനുകൾ കാണാറുണ്ട്. അതുപോലെ നിങ്ങളുടെ വിജയത്തെ മനസ്സിൽ കാണുക. ദിവസവും 2 മിനിറ്റ് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ആ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ നീങ്ങാൻ പ്രേരിപ്പിക്കും. മടിയും തളർച്ചയും വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ തന്നെ വീണു കിടക്കാതെ സ്വയം എഴുന്നേൽക്കാൻ പഠിക്കുക. ദിവസവും ചെറിയ വിജയങ്ങൾ നേടുക. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും മികച്ച രീതിയിൽ പരിപാലിക്കുക. നിങ്ങളെ ഉന്മേഷവാനാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. അധ്യായം 6. പരമ്പരാഗത രീതികളെ മാറ്റി എഴുതാൻ ഭയപ്പെടരുത്. ഡോണ്ട് ബി എഫ്രൈഡ് ടു ഡിസ്റപ്റ്റ് ട്രഡീഷൻസ്. ബിസിനസ് ലോകത്ത് ഏറ്റവും വേഗത്തിൽ പരാജയപ്പെട്ടു പോകുന്ന കമ്പനികൾ ഏതാണെന്നറിയാമോ? ഞങ്ങൾ പണ്ടു മുതലേ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് ചിന്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അവ. ഒരിക്കൽ ലോകം ഭരിച്ചിരുന്ന നോക്കിയ, കൊഡാക് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ തുടങ്ങിയ വൻകിട കമ്പനികളുടെ കഥ നമുക്ക് മുന്നിലുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളും മാറ്റങ്ങളും വന്നപ്പോൾ സ്വന്തം പരമ്പരാഗത രീതികളെയും ശീലങ്ങളെയും മാറ്റാൻ അവർ തയ്യാറായില്ല. ഫലമോ, പുതിയ കാലഘട്ടത്തിന്റെ ഒഴുക്കിൽ അവർ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. നേരെ മറിച്ച് ഊബർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയ കമ്പനികൾ ചെയ്തതെന്താണ്? അവർ നിലവിലുണ്ടായിരുന്ന പഴയ രീതികളെയും പാരമ്പര്യങ്ങളെയും ധൈര്യപൂർവ്വം ചോദ്യം ചെയ്യുകയും മാറ്റിയെഴുതുകയും ചെയ്തു. ഇതിനെയാണ് ബിസിനസ്സിൽ ഡിസ്റപ്ഷൻ എന്ന് വിളിക്കുന്നത്. സ്വന്തം ജീവിതത്തിന്റെ സിഇഒ എന്ന നിലയിൽ നിങ്ങളുടെ കാര്യത്തിലും ഈ തത്വം 100% ഉപകാരപ്രദമാണ്. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു പുരോഗതിയുമില്ലാതെ ഒരേ സ്ഥലത്തു തന്നെ നിൽക്കാൻ കാരണം പണ്ടു മുതലേ ചെയ്തു പോരുന്ന രീതികളോടും പഴയ ചിന്താഗതികളോടും സമൂഹത്തിന്റെ അനാവശ്യ പരമ്പരാഗത നിയമങ്ങളോടും ഉള്ള അന്ധമായ ഭക്തിയാണ്. നിങ്ങളുടെ പഴയ ശീലങ്ങളെയും ചിന്താഗതികളെയും മാറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പുതിയൊരു ഭാവി നിർമ്മിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കാത്ത നിങ്ങളുടെ പഴയ ശീലങ്ങളെയും ചിന്താരീതികളെയും ആചാരങ്ങളെയും ജീവിത രീതികളെയും ധൈര്യപൂർവ്വം ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിനെയാണ് പേഴ്സണൽ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത്. ഇത് പാരമ്പര്യങ്ങളെയോ മുതിർന്നവരെയോ അവഹേളിക്കലല്ല, മറിച്ച് ഇത് ഇതുവരെ ഇങ്ങനെയായിരുന്നു ചെയ്തു പോന്നത്,
എന്നാൽ ഇതിലും മികച്ചൊരു വഴി ഇനി സാധ്യമാണോ എന്ന് ചിന്തിക്കാനുള്ള ആർജവമാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് സ്വന്തം കഴിവുകളെ പുതിയ രീതിയിൽ ഉപയോഗിക്കുന്ന പ്രക്രിയയാണിത്. പലപ്പോഴും നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടു പഠിച്ച അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ ശീലങ്ങളാണ് നമ്മുടെ ദിവസങ്ങളെ നിയന്ത്രിക്കുന്നത്. ഞാൻ രാത്രി വൈകി ഉറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. എനിക്ക് വ്യായാമം ചെയ്യാൻ സമയം കിട്ടാറില്ല. ദേഷ്യം എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്തരം ശീലങ്ങൾ പാരമ്പര്യമായി വന്നതല്ല. നിങ്ങൾ വെച്ചു പുലർത്തുന്ന വെറുമൊരു നിഷ്ക്രിയത്വമാണ്, ഇനേർഷ്യ. ഞാൻ എൻ്റെ ആ പഴയ രീതി മാറ്റുന്നു, നാളെ മുതൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് തീരുമാനിച്ച് ആ ശീലത്തെ തച്ചുടയ്ക്കുക. പഴയ തലമുറയിലെ ചിന്താഗതി ഒരു ജോലി നേടുക, 30 വർഷം അവിടെ തന്നെ തുടരുക, വിരമിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇന്നത്തെ ലോകത്ത് ഈ ചിന്താഗതി നിങ്ങളെ അപകടത്തിലാക്കും. നിങ്ങളുടെ കരിയറിലെ പരമ്പരാഗത ചിന്തകളെ ചോദ്യം ചെയ്യുക, പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുക, ആവശ്യമെങ്കിൽ പുതിയ മേഖലകളിലേക്ക് മാറുകയോ സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയോ ചെയ്യുക. പണം സമ്പാദിക്കുന്നതിലും ചെലവഴിക്കുന്നതിലും സമൂഹത്തിന് ചില പരമ്പരാഗത രീതികളുണ്ട്. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക, ലോൺ എടുത്ത് വലിയൊരു വീട് വെക്കുക തുടങ്ങിയ പരമ്പരാഗത സാമ്പത്തിക രീതികൾ ആളുകളെ ജീവിതകാലം മുഴുവൻ കടക്കെണിയിൽ നിർത്താറുണ്ട്. പരമ്പരാഗത ധനകാര്യ ചിന്തകളെ മാറ്റുക. അനാവശ്യമായി സാമ്പത്തിക ബാധ്യത വരുത്തുന്നതിന് പകരം പണം വളർത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലോ ബിസിനസ്സുകളിലോ നിക്ഷേപിക്കാൻ പഠിക്കുക. 30 വയസ്സായാൽ കല്യാണം കഴിക്കണം, സമൂഹം എന്തു പറയും, എല്ലാവരും ചെയ്യുന്ന വഴിയിലൂടെ മാത്രമേ പോകാവൂ എന്നിവയൊക്കെ നമ്മുടെ നാട്ടിലെ ചില പരമ്പരാഗത ചിന്തകളാണ്. മറ്റുള്ളവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സന്തോഷവും ലക്ഷ്യവുമാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത കാലത്തോളം സമൂഹത്തിന്റെ അനാവശ്യ നിയമങ്ങളെയും ചിന്തകളെയും ധൈര്യപൂർവ്വം മറികടക്കുക. പാരമ്പര്യങ്ങളെ മാറ്റി എഴുതുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ നല്ല കാര്യങ്ങളെയും എറിഞ്ഞുടയ്ക്കുക എന്നല്ല. നിങ്ങളുടെ നല്ല മൂല്യങ്ങൾ, സത്യസന്ധത, സ്നേഹം, ഉത്തരവാദിത്തം, ദയ എന്നിവ മാറ്റാൻ പാടില്ലാത്തവയാണ്. എന്നാൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന പഴയ ചിന്തകളെയും ശീലങ്ങളെയും മാത്രമാണ് നിങ്ങൾ തകർത്തെറിയേണ്ടത്. അധ്യായം 7. മൈക്രോ മാനേജ് ചെയ്യരുത്. അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തരാവുക. ഡു നോട്ട് മൈക്രോ മാനേജ്. ബിസിനസ് ലോകത്ത് ഏതൊരു സിഇഒയും വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് മൈക്രോ മാനേജ്മെന്റ്. അതായത് സ്ഥാപനത്തിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും അമിതമായി ഇടപെടുക, ജീവനക്കാരുടെ ഓരോ കുഞ്ഞു ചുവടുവെപ്പുകളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുക, സ്വന്തം നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ അസ്വസ്ഥരാവുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു സിഇഒക്ക് ഒരിക്കലും കമ്പനിയുടെ വലിയ ലക്ഷ്യങ്ങളിൽ, ബിഗ് ഗോൾസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതിലുപരി അത് ആ സിഇഒക്ക് കടുത്ത മാനസിക സമ്മർദ്ദവും തളർച്ചയും നൽകുകയും ചെയ്യും. ബേൺ ഔട്ട്. സ്വന്തം ജീവിതത്തിന്റെ സിഇഒ ആയ നിങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാഹചര്യങ്ങളെയും അമിതമായി നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പെർഫെക്ഷനിസം എന്ന കെണിയിൽ വീഴുകയാണ്. എല്ലാം 100% തികഞ്ഞതായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെറിയ തെറ്റുകൾ വരുമ്പോൾ സ്വയം ശപിക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങളുടെ മാനസികാരോഗ്യത്തെ തകർക്കും. ഒരു മികച്ച സിഇഒ കാര്യങ്ങളെ നിയന്ത്രിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകൊടുക്കാനുമാണ് പഠിക്കുന്നത്. ലോകത്തിൽ 2 തരം കാര്യങ്ങളുണ്ട്: നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളവയും നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തവയും. നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മുഴുവൻ ശ്രദ്ധയും നൽകുക, അല്ലാത്തവയെ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ. നിങ്ങൾ ദിവസവും എത്രത്തോളം അധ്വാനിക്കുന്നു, പരാജയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണവും ശീലങ്ങളും, മറ്റുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന മര്യാദ തുടങ്ങിയവ. നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ. പരീക്ഷയുടെയോ ഇന്റർവ്യൂവിൻ്റെയോ അന്തിമ ഫലം,
സോഷ്യൽ മീഡിയയിൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത്, രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ചില പ്രത്യേകതരം രോഗങ്ങൾ, കഴിഞ്ഞുപോയ കാലത്തെ തെറ്റുകൾ. ഒരു മികച്ച സിഇഒ ഒരിക്കലും നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് സമയം കളയില്ല. അവർ തങ്ങളുടെ മുഴുവൻ സമയവും ഊർജവും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്നു. മൈക്രോ മാനേജ്മെന്റ് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വഴി പ്രക്രിയയെ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങി അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ തുടങ്ങി. ദിവസവും 10 വട്ടം കണ്ണാടിയിൽ നോക്കി മാറ്റം വന്നു എന്ന് പരിശോധിക്കുന്നത് മൈക്രോ മാനേജ്മെന്റ് ആണ്. അതിനു പകരം ഞാൻ ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യും, നല്ല ഭക്ഷണം കഴിക്കും എന്ന പ്രക്രിയയിൽ മാത്രം ശ്രദ്ധിക്കുക. ബാക്കി ഫലം സമയത്തിനനുസരിച്ച് താനേ വന്നോളും. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്ത ഉപേക്ഷിക്കുക. കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും മറ്റുള്ളവരെ വിശ്വസിക്കാൻ പഠിക്കുക. അവർ കാര്യങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങളുടെ രീതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. എങ്കിലും റിസൾട്ട് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. കുഞ്ഞു തെറ്റുകൾക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. സെൽഫ് കമ്പാഷൻ. ജീവിതത്തിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം ഞാൻ മനുഷ്യനാണ്, തെറ്റുകളിൽ നിന്ന് പഠിച്ച് ഞാൻ മുന്നോട്ടു പോകും എന്ന് ഉറപ്പിച്ചു പറയുക. ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് ഇത് മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് വിട്ടുകൊടുക്കുന്നു എന്ന് മനസ്സിനോട് പറയുക. ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ബ്ലോക്ക് മാറില്ല. ആ സമയത്ത് പാട്ട് കേൾക്കുകയോ ഓഡിയോ ബുക്ക് കേൾക്കുകയോ ചെയ്യുക. മാക്രോ മാനേജ്മെന്റിലേക്ക് ശ്രദ്ധ മാറ്റുക. ഫോക്കസ് ഓൺ മാക്രോ മാനേജ്മെന്റ്. ചെറിയ കാര്യങ്ങളെ തലയിലേറ്റാതെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആഴ്ച ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടത്ര സമയം നൽകിയോ? എൻ്റെ കരിയർ ശരിയായ ദിശയിലാണോ പോകുന്നത്? ഈ ചോദ്യങ്ങളാണ് ഒരു സിഇഒ സ്വയം ചോദിക്കേണ്ടത്. ഒരു കമ്പനിയുടെ സിഇഒ എന്ന നിലയിൽ നിങ്ങളുടെ ജോലി എല്ലാ യന്ത്രങ്ങളും സ്വയം പ്രവർത്തിപ്പിക്കുക എന്നതല്ല, മറിച്ച് കമ്പനി ശാന്തമായി കൃത്യമായ ദിശയിൽ മുന്നോട്ടു പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക മാത്രമാണ്. അധ്യായം 8. പഠനത്തിലും വളർച്ചയിലും നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഇൻ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ലോകത്തിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം. അവർ തങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ ഒരു വലിയ പങ്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായി മാറ്റിവെക്കുന്നു. എത്ര വലിയ വിജയം കൈവരിച്ച കമ്പനിയായാലും പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും പഠിക്കാനും വികസിപ്പിക്കാനും തയ്യാറായില്ലെങ്കിൽ താമസിയാതെ അവർ വിപണിയിൽ നിന്ന് പുറന്തള്ളപ്പെടും. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് പഠനം അവസാനിപ്പിക്കുന്നത് താഴെ പറയുന്ന അപകടങ്ങളിലേക്ക് നയിക്കും. നിങ്ങളുടെ കഴിവുകൾ പഴഞ്ചനാകുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യകൾ വളരെ വേഗത്തിലാണ് മാറുന്നത്. പുതിയ AI സാങ്കേതിക വിദ്യകളും ഡിജിറ്റൽ കഴിവുകളും പഠിച്ചെടുത്തില്ലെങ്കിൽ നിലവിലെ നിങ്ങളുടെ ജോലി തന്നെ അപകടത്തിലായേക്കും. ചിന്താശേഷി പരിമിതപ്പെടുത്തുന്നു. പുതിയ കാര്യങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചുരുങ്ങുകയും പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ സർഗാത്മകത നശിക്കുകയും ചെയ്യും. വളർച്ച നിലയ്ക്കുന്നു. പഠനം നിർത്തുമ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയും കരിയറിലെ വളർച്ചയും സാമ്പത്തിക വളർച്ചയും ഒരുപോലെ നിലയ്ക്കുന്നു. ഒരു സിഇഒ എന്ന നിലയിൽ നിങ്ങളുടെ വളർച്ചയ്ക്കായി ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ പഠനവും വികസനവും നടത്തേണ്ടത്? പ്രൊഫഷണൽ കഴിവുകൾ, ഹാർഡ് സ്കിൽസ്. നിങ്ങളുടെ നിലവിലെ തൊഴിലിലോ ബിസിനസ്സിലോ കൂടുതൽ വിദഗ്ധനാകാൻ സഹായിക്കുന്ന കഴിവുകളാണ് അത്. നിങ്ങളുടെ കരിയറിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഉയരാൻ ആവശ്യമായ പുതിയ സോഫ്റ്റ്വെയറുകൾ, സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ കോഴ്സുകൾ എന്നിവ പഠിക്കുക. എൻ്റെ മേഖലയിലെ ഏറ്റവും മികച്ച 5% ആളുകളിൽ ഒരാളാകാൻ ഞാൻ എന്ത് പഠിക്കണം എന്ന് സ്വയം ചോദിച്ച് അതിനായുള്ള പരിശീലനങ്ങൾ നേടുക. ജീവിത നൈപുണ്യങ്ങൾ, സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ലൈഫ് സ്കിൽസ്. ഏതൊരു മേഖലയിലുള്ള വ്യക്തിക്കും വിജയിക്കാൻ സാങ്കേതിക അറിവുകളേക്കാൾ പ്രധാനം ജീവിത നൈപുണ്യങ്ങളാണ്. ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സ്വന്തം ആശയങ്ങൾ വ്യക്തമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആളുകളെ സ്വാധീനിക്കാനും ഉള്ള കഴിവ്. സാമ്പത്തിക സാക്ഷരത, ഫിനാൻഷ്യൽ ലിറ്ററസി.
പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, നിക്ഷേപങ്ങൾ എങ്ങനെ നടത്തണം, നികുതികൾ എങ്ങനെ ക്രമീകരിക്കണം എന്ന് പഠിക്കൽ. ടൈം മാനേജ്മെന്റ്, സമയം കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള വിദ്യകൾ സ്വായത്തമാക്കുക. മാനസികവും വൈകാരികവുമായ വളർച്ച, മെന്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും സെൽഫ് അവയർനെസ് ഉണ്ടാക്കാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും സഹായിക്കുന്ന മനഃശാസ്ത്ര തത്വങ്ങളും തത്വചിന്തകളും പഠിക്കുക. വായനയിലൂടെയും ചിന്തയിലൂടെയും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കുക. ശാരീരിക ആരോഗ്യം, ഫിസിക്കൽ ലിറ്ററസി. നിങ്ങളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും കുറിച്ച് പഠിക്കുക. ഏതുതരം ഭക്ഷണമാണ് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യം, മികച്ച ഉറക്കം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവുകൾ നേടുക. ബി ദ CEO ഓഫ് യുവർ ലൈഫ് എന്ന പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റാരുടെയും കൈകളിലല്ല, നമ്മുടെ സ്വന്തം തീരുമാനങ്ങളിലാണ് എന്ന സത്യമാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ, അച്ചടക്കം, ആത്മവിശ്വാസം, തുടർച്ചയായ പഠനം, ശരിയായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും. വെല്ലുവിളികൾ അനിവാര്യമാണെങ്കിലും അവയെ അവസരങ്ങളാക്കി മാറ്റാനുള്ള മനോഭാവമാണ് യഥാർത്ഥ നേതൃത്വത്തിന്റെ അടയാളം. സ്വന്തം ജീവിതത്തിന്റെ CEO ആകുക എന്നത് വിജയങ്ങൾ മാത്രം സ്വന്തമാക്കുന്നതല്ല, മറിച്ച് മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചും സന്തുലിതവും അർത്ഥവത്തുമായ ഒരു ജീവിതം സൃഷ്ടിക്കുന്നതുമാണ്. ഓരോ ദിവസവും മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സുറപ്പോടെ മുന്നോട്ടു പോകുമ്പോൾ വിജയം സ്വാഭാവികമായി നമ്മുടെ യാത്രയുടെ ഭാഗമാകും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.